ശ്രീചക്രം എന്ന് പറയുന്നത് ശ്രീവിദ്യാ പദ്ധതിയിൽ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നില്ലാത്ത ഒരു മാധ്യമമാണ്. എല്ലാ ശ്രീവിദ്യാ പദ്ധതിക്കാർക്കും ശ്രീചക്രം ഇല്ല. ഇപ്പോൾ സമയാചാര പരമ്പരകൾക്കൊന്നും ശ്രീചക്രത്തിന്റെ ആവശ്യമില്ല. സമയാചാര പരമ്പരയിൽ അവനവൻ തന്നെയാണ് ശ്രീചക്രം. ഇപ്പോൾ ഈ ദേവതാ സങ്കല്പങ്ങളിൽ ആരാധനാ രീതി മാറുമ്പോൾ ഫലം മാറുമോ? ഉറപ്പല്ലേ? നിർഗുണമായ ബ്രഹ്മത്തെ നമ്മൾ വിവിധ ദേവതകളാക്കി മാറ്റുമ്പോൾ ആ ദേവതകൾ പല പല ഫലത്തെ കൊടുക്കും. വരാഹിക്ക് നിർബന്ധമായിട്ടും കുറേ കണ്ടീഷൻസ് ഉണ്ട്. അമ്മയാണ് ഭഗവതിയെങ്കിലും വരാഹി എന്ന് പറയുന്നത് അധോമൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണ്. അടിയിലേക്കുള്ള ലോകങ്ങളുടെ നെഗറ്റീവ് എൻറ്റിറ്റീസിൻ്റെ വാതിലൂടെയാണ് ഭഗവതി എന്നുള്ളത്. അവിടെ ഉപാസിക്കുമ്പോൾ അവിടുന്ന് അതുകൂടി തുറന്നു കിട്ടും, അതും കൂടി തുറന്നു വരും. അപ്പോൾ അവിടുന്ന് ആ സൈന്യം ഭഗവതിയുടെ പരിവാരങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു പരിവാരങ്ങളാണ്. മുദ്രാളിയുടേത് അത്ര താഴേക്ക് പോയതല്ല. ശ്രീചക്ര നവാവരണ പൂജ നിങ്ങൾ 50 പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 50 പേരെ അവിടെ ഇരുത്തി ഞാനിവിടെ നിലയിട്ടുണ്ടെന്ന പരിപാടിയാണ്. ശരീരത്തിലെ മൂലാധാരം തൊട്ട് ആജ്ഞ വരെയുള്ള ചക്രങ്ങളിലെ 50 ദളങ്ങളിലാണ് 50 അക്ഷരങ്ങൾ പ്രകാശിക്കുന്നത്. ഈ 50 അക്ഷരങ്ങളുടെ 20 ആവർത്തനമാണ് സഹസ്രാരചക്രം. അക്ഷരമയമാണ് ശരീരം. ഒരു മന്ത്രം അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പിഴച്ചാൽ അത് ആ ദേവതയാണ് ബാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹത്തെ ബാധിക്കും. പുണ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം തന്ത്രിയായ രാജേഷ് ശർമ്മജിയാണുള്ളത്. സർ നമസ്തേ. ദേവിയുടെ വിവിധ രൂപങ്ങൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? ദേവതോപാസന എന്ന് പറയുന്നത് തന്നെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇങ്ങനെയുള്ള ഒരു പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കുന്നതിനായിട്ടാണ് ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത്. അത് ദേവതയെ ഏത് ഭാവത്തിൽ ഉപാസിച്ചാലും ഏത് രൂപത്തിൽ ഉപാസിച്ചാലും ഏത് മന്ത്രം കൊണ്ട് ഉപാസിച്ചാലും അന്ത്യമായ ഫലമൊക്കെ ഒന്ന് തന്നെയാണ്. ഒരേ ഒരു ഫലമാണ്. അതിന് മുക്തിയാണ്, മോക്ഷമാണ് അന്ത്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ധർമ്മം എന്ന് പറയുന്ന മാർഗത്തിലേക്ക് മാറുകയും ധർമ്മമാർഗത്തിലൂടെ പോയി ധനം ഉണ്ടാവുകയും ധനത്തിലൂടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും അതിലൂടെ മുക്തിയിലേക്ക് പോവുകയാണ് വേണ്ടത്. അത് ഏത് ഭാവത്തിൽ ഉപാസിച്ചാലും, കാളിയായിട്ട് ഉപാസിച്ചാലും, ചാമുണ്ടിയായിട്ട് ഉപാസിച്ചാലും, സരസ്വതിയായിട്ട് ഉപാസിച്ചാലും, ബാലയായിട്ട് ഉപാസിച്ചാലും, ത്രിപുരസുന്ദരിയായിട്ട് ഉപാസിച്ചാലും, ദശമഹാവിദ്യയിൽ വരുന്ന ബാക്കി ഏത് ദേവതാ സങ്കല്പങ്ങളിൽ ഉപാസിച്ചാലും, ഇനി അതല്ല ഗണപതി മുതൽ കുക്ഷിശാസ്താവ് വരെയുള്ള ചെറിയ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്ന അതിലും അങ്ങനെ ഉപാസന നടത്തിയാലും ഒക്കെ ഫലം ഒന്ന് തന്നെയാണ്. പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഈ ദേവതകളുടെ വിവിധ രൂപങ്ങളെ പറ്റി പറഞ്ഞല്ലോ. ചില രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുമ്പോൾ അതിന് നെഗറ്റീവായിട്ട് നമ്മൾ വേണ്ട രീതിയിൽ വേണ്ട ചിട്ടവട്ടങ്ങളോടുകൂടി ഉപാസിച്ചില്ലെങ്കിൽ അതിന് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ വരും എന്ന് പറയുന്നുണ്ടല്ലോ. നോക്കൂ, ഇപ്പം നമുക്ക് ഇപ്പോൾ ജലത്തെ നമ്മൾ വെള്ളം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഗുണങ്ങളോ അല്ലെങ്കിൽ ഒരു സ്വഭാവമോ അതിന് നിറമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മളതിനെ ഫ്ലേവർ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്. അതുപോലെ തന്നെ ശുദ്ധമായ ബ്രഹ്മത്തിന് യാതൊരു തരത്തിലുള്ള കലർപ്പുമില്ല, അതിന് യാതൊരു ഗുണങ്ങളുമില്ല, നിർഗുണമാണ്, അത് നിർമുക്തമാണ്. പക്ഷേ ആ ബ്രഹ്മത്തെ തന്നെ നമ്മൾ വിവിധ രൂപങ്ങളിലേക്ക് കൽപ്പിച്ച് സങ്കല്പങ്ങൾ കൊടുത്ത് ദേവതകളാക്കി നമ്മൾ കുടിയിരുത്തുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോൾ ആ ദേവതകൾക്ക് വരുന്ന ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം തന്നെയും പാലിക്കാൻ നിർബന്ധിതരാണ്. അതിൽ അൺകണ്ടീഷണലായിട്ട് ഉപാസിക്കാവുന്ന ദേവതകളുണ്ട്, കണ്ടീഷനോട് കൂടി ഉപാസിക്കേണ്ട ദേവതകളുണ്ട്. 2 വിഭാഗത്തിലുണ്ട്. കണ്ടീഷനോട് കൂടിയും അല്ലാതെയും ഉപാസിക്കാവുന്ന ദേവതകളുണ്ട്. അതൊക്കെ തന്നെയും ആ ദേവതയുടെ നിയമങ്ങൾ അനുസരിച്ചിട്ട് അത് കണ്ടെത്തി ആദ്യമായി ആ ദേവതയെ ദർശിച്ച ഋഷി എഴുതി വെച്ച സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഋഷി എഴുതി വെച്ച നിയമങ്ങളാണ് ആ ദേവതയ്ക്ക് ബാധകമായിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ശ്രീചക്രം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചില സമയത്ത് വീട്ടിൽ വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ വെക്കാറുണ്ട്. ഇത് വെക്കുന്നതിന് പ്രത്യേക ഒരു രീതികളൊക്കെ ഇല്ലേ? വെക്കേണ്ട ആവശ്യമില്ല. ശ്രീചക്രം എന്ന് പറയുന്നത് ശ്രീവിദ്യാ പദ്ധതിയിൽ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നില്ലാത്ത ഒരു മാധ്യമമാണ്. എല്ലാ ശ്രീവിദ്യാ പദ്ധതിക്കാർക്കും ശ്രീചക്രം ഇല്ല. അപ്പോൾ സമയാചാര പരമ്പരകൾക്കൊന്നും ശ്രീചക്രത്തിന്റെ ആവശ്യമില്ല. സമയാചാര പരമ്പരയിൽ അവനവൻ തന്നെയാണ് ശ്രീചക്രം. അവനവനിൽ ചക്രത്തെ കാണാൻ സാധിക്കാത്ത വിഭാഗത്തിൽ വരുമ്പോഴാണ് നമ്മൾ ചക്രത്തെ പുറത്ത് കാണാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുകയോ മേരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയോ തടിയിൽ കുത്തിയെടുക്കുകയോ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കുകയോ ശിലയിൽ കുത്തുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ളതാണ് ഈ ലോഹത്തിൽ ഉണ്ടാക്കുന്നത്. അതിൽ ശൈലി, ദാരുമയി, ലൗഹി ഇങ്ങനെയൊക്കെ വിഭാഗങ്ങളുണ്ട് വിഗ്രഹങ്ങൾക്ക്. അതിൽ വരുന്ന ലൗഹി എന്ന് പറഞ്ഞാൽ ലോഹത്തിലുള്ള വിഗ്രഹമാണ് ഈ ശ്രീചക്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ഈ കടകളിലൊക്കെ വെച്ചിരിക്കുന്ന സാധനം അത് ഈ ത്രിപുരസുന്ദരി ഉപാസന അല്ലെങ്കിൽ ശ്രീവിദ്യാ പദ്ധതിയിലെ ഒരു ഉപാസനാ പദ്ധതിയാണത്.
ആ പദ്ധതി ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. അല്ലാത്തവർ എന്തിനാണ് ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട്? അല്ല, പൊതുവിലൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ ശ്രീചക്രം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകും. ഒരു ശ്രീവിദ്യ ഉപാസകനായിട്ടുള്ള ഒരാള്, ശ്രീചക്രത്തെ പറ്റി ധാരണയുള്ള ദേവി ഉപാസകനായിട്ടുള്ള ഒരാള് ഒരു ശ്രീചക്രം കണക്കിൽ പണിയിപ്പിച്ച ഒരു ശ്രീചക്രം ഒരാൾക്ക് ഗുണമുണ്ടാവണമെന്ന് കരുതി പ്രാണപ്രതിഷ്ഠ ചെയ്ത് അദ്ദേഹത്തിന്റെ സങ്കല്പത്തോടു കൂടി അത് വെച്ചാൽ അത് ഗുണം ചെയ്യും. ശരി, ഇതിന് അല്ലാതെ പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യം വേണം, നിർബന്ധമായിട്ടും വേണം. അല്ലാതെ ഒരു ശ്രീചക്രം എവിടെന്നെങ്കിലും ഓൺലൈനിൽ വാങ്ങി അത് എടുത്തോണ്ട് വന്നു അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വിളക്ക് വെച്ചാൽ നമുക്ക് ഗുണമൊന്നും ദോഷമായിരിക്കും കൂടുതൽ ഗുണത്തെക്കാൾ. അപ്പോൾ ആർക്കാണ് ഈ ശ്രീചക്രം ഇതുപോലെ കൊടുക്കാൻ സാധിക്കുക? അത് ഈ ശ്രീവിദ്യാ പരമ്പരയിലോ കാളി പരമ്പരയിലോ ഭുവനേശ്വരി പരമ്പരയിലോ ദശമഹാവിദ്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ നിൽക്കുന്ന ആചാര്യൻ, അതല്ലെങ്കിൽ നല്ല താപസനായിട്ടുള്ള ഒരാൾ, സന്യാസ പരമ്പരകളിൽപ്പെട്ട ആൾക്കാർ, ഇങ്ങനെയുള്ള അവർക്ക് ശ്രീചക്രത്തെ പറ്റി ധാരണയുള്ള ഒരാൾക്ക്, ഒരു ദേവതയെ കുടിയിരുത്താനോ ഒക്കെ സാധിക്കുന്ന ഒരാൾക്ക് ശ്രീചക്രം കൊടുക്കാൻ പറ്റും. അദ്ദേഹം അത് വിധിയാവണ്ണം കണക്കിൽ പണിത ശ്രീചക്രമായിരിക്കണം. ശ്രീചക്രത്തിന്റെ മോഡലായ പോരാ, ശ്രീചക്രം തന്നെ ആയിരിക്കണം. അങ്ങനെ പണിത ഒരു ശ്രീചക്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അത് ഗുണമുണ്ടാവട്ടെ. ഇപ്പൊ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ച് കൊടുത്തു ദിവസവും വിളക്ക് വയ്ക്കൂ, ദിവസവും ഒരു നാഴി പാല് അഭിഷേകം ചെയ്യൂ, ഒരു കുങ്കുമം കൊണ്ടൊരു പൊട്ട് ചാർത്തു, ദിവസവും കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യൂ, അർച്ചന ചെയ്യൂ, നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് അദ്ദേഹം ഒരു സങ്കല്പം കൊടുത്താൽ അത് ഗുണം ചെയ്യും. അപ്പൊ എല്ലാ ദിവസവും ഒരു ആരാധനയുടെ ആവശ്യം വരും. എല്ലാ ദിവസവും ഉള്ളതുണ്ട്, മാസപദ്ധതികളുണ്ട്, വാർഷികമായിട്ടുള്ള പദ്ധതികളുണ്ട്. അതൊക്കെ കൊടുക്കുന്ന ആചാര്യന്റെ ഇഷ്ടം പോലെയാണ്, അദ്ദേഹം നിശ്ചയിക്കുന്ന പോലെയാണ്. ഇപ്പോ ഈ ദേവതാ സങ്കല്പങ്ങളിൽ ആരാധനാ രീതി മാറുമ്പോൾ ഫലം മാറുമോ? ഉറപ്പല്ലേ. അതെങ്ങനെയാണ്? ഇപ്പൊ അത് ലളിതമായ കാര്യമല്ലേ. നമ്മളിപ്പോ എന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ റിസൾട്ട് വരും. ഇപ്പോ മാലയും വളയും എല്ലാം സ്വർണ്ണമാണ്, ഇതിന്റെ ഉപയോഗമൊന്നുമല്ലല്ലോ, ഫലമൊന്നുമല്ലല്ലോ. അതുപോലെ തന്നെ നിർഗുണമായ ബ്രഹ്മത്തെ നമ്മൾ വിവിധ ദേവതകളാക്കി മാറ്റുമ്പോൾ ആ ദേവതകൾ പല പല ഫലത്തെ കൊടുക്കും. ഇപ്പം കുബേരനായിട്ട് സങ്കല്പിച്ച് അല്ലെങ്കിൽ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ച് ധനധാന്യ സമൃദ്ധി ഉണ്ടാവണമെന്ന് കരുതി കൊണ്ട് ഉപാസിക്കുകയാണെങ്കിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാവും. അതല്ല മഹാകാളിയായിട്ട് സങ്കല്പിച്ച് എനിക്ക് വരുന്ന രിപുക്കളെയൊക്കെ ശത്രുക്കളെ ഇല്ലാണ്ടാക്കണം എന്ന് കരുതി സങ്കല്പം കൊടുത്ത് ഉപാസിച്ചാൽ ശത്രുക്കൾ ഇല്ലാണ്ടാവും. ഈ ഇപ്പം അങ്ങ് ഭദ്രകാളിയുടെ കാര്യം പറഞ്ഞു, ഭദ്രകാളി ഉപാസകൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒന്നും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു പദ്ധതിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ശരി, പക്ഷേ ഉഗ്രരൂപമൊക്കെ കാണുമ്പോഴേ അമ്മയാണ്. അമ്മ എന്നുള്ള ഒറ്റ വിളിയിൽ എല്ലാം തീരും. ഏറ്റവും സുഖം പൂജ കഴിക്കാൻ, ഏറ്റവും ഒരു പ്രശ്നമില്ലാത്തതും ഏറ്റവും സുഖം പൂജ കഴിക്കാനും ഭദ്രകാളിക്കാണ്. എത്ര മോശമായിട്ട് കഴിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും ക്ഷമിക്കുന്ന ഭഗവതിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. അനുഭവത്തിലാണ്. ഇതുവരെ ഞാൻ പറയുന്നത് പുസ്തകത്തിൽ നിന്നല്ല, ഇത്രയും കാലം പൂജ കഴിച്ചതിന്റെ ഫലത്തിലാണ് പറയുന്നത്. ഭദ്രകാളിക്ക് പൂജ കഴിക്കുന്നത് പോലെ സുഖം വേറൊരു ദേവതയ്ക്ക് പൂജ കഴിക്കാനില്ല. അവ്യാജ കരുണാമൂർത്തിയാണ്, കരുണയിൽ ഒരു വ്യാജവും ഇല്ല എന്ന് പറഞ്ഞാൽ കരുണ അമ്മ എങ്ങനെ കരുണ കാണിക്കുമോ അതുപോലെ കരുണ കാണിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊരു കരുണ കാണിക്കുന്ന നല്ലത് അവ്യാജമായ കരുണയാണ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടം അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും ഉണ്ടാവും, മന്ത്രം പോലും ആവശ്യമില്ല. അത് ശരി. പൊതുവില് ഈ ദേവിയുടെ ഒരു സ്വരൂപം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഭയപ്പെടുത്തുന്ന ഒരു രൂപമായതുകൊണ്ട് ആ ദേവതയെ നമ്മൾ ആരാധിക്കുമ്പോഴും അതുപോലെ കുറച്ച് പേടിയോടുകൂടി വേണം, അല്ലെങ്കിൽ കുറച്ച് ചിട്ടകളോടുകൂടി വേണം എന്നൊക്കെ ഒരു ധാരണയുണ്ട്. ചിട്ടയില്ലാത്ത പദ്ധതിയാണ് ഭദ്രകാളിയുടെ. വാമാചാരത്തിലും ദക്ഷിണാചാരത്തിലും ഒക്കെ ഉപാസിക്കുന്ന ഭഗവതിയാണ്. അതിൽ പല മന്ത്രങ്ങൾക്കും തന്നെ ഭക്ഷണം കഴിച്ച് കൈ കഴുകാതെയാണ് ചെയ്യുന്നത്. ഉച്ചിഷ്ടത്തോട് കൂടിയിട്ടാണ് പുഷ്പാഞ്ജലി പോലും. അതുപോലും ഒരു പ്രശ്നമല്ല അവിടെ, അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഭദ്രകാളി ഉപാസനയ്ക്കില്ല, ഒന്നുമില്ല. ഭദ്രകാളി ഉപാസന കൃത്യമായിട്ടുള്ള ഒരു ആചാര്യനിൽ നിന്ന് മൂലമന്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജപിച്ചു പോയാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും. ഭഗവതി നിങ്ങൾ എന്ത് കൊടുത്താലും പ്രസാദിക്കും, കദളിപ്പഴത്തിലും പ്രസാദിക്കും. നിങ്ങൾ ഗുരുതി എന്താ പറയുക കോഴിവെട്ടിയുള്ള ഗുരുതികളിലോ അതുപോലുള്ള എന്തിലും എല്ലാത്തിലും പ്രസാദിക്കും. അവിടെയും പ്രസാദിക്കും, ഇവിടെയും പ്രസാദിക്കും. അതെ, ഈ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രസാദമായി കൊടുക്കുന്നത് കോഴിയിറച്ചിയാണ്, കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഉള്ളത്. അപ്പൊ അതും ഇതൊക്കെ ആയിട്ട് ആചാരപദ്ധതികളാണ്. അതെ അതെ, കണ്ണൂർ ആ ഭാഗത്തേക്കുള്ളത് രുചിത്വ വിധാനത്തിലുള്ള ഭഗവതിയാണ്. അവിടെ ശാക്തായ പൂജ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ പ്രസാദം ഒന്നും അങ്ങനെ കൊടുത്താലേ പ്രസാദിക്കുള്ളൂ എന്നൊന്നും വിചാരിക്കില്ല. വെള്ളം കോരി ഒഴിച്ചാലും പ്രസാദിക്കും. കൊടുക്കുന്നവന്റെ ഭാവമാണ് വിഷയം. അങ്ങനെ ആയിരുന്നു ഭഗവതി പ്രസാദിക്കേണ്ടതെങ്കിൽ, അങ്ങനെ മാത്രമേ പ്രസാദിക്കുള്ളായിരുന്നെങ്കിൽ ചട്ടമ്പിസ്വാമി തിരുവടികൾക്കൊന്നും ഭഗവതി പ്രസാദിക്കില്ലായിരുന്നു. ദേവി പരമഭട്ടാര വിദ്യാധിരാജ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം എത്ര കോഴിയെ വെട്ടിയിട്ടുണ്ടെന്നുള്ള അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടോ?
ഞാനിന്ന് വരെ അദ്ദേഹം ഒരു കോഴിയെ വെട്ടിയതായിട്ടോ ഒരു ഒരു വാമാചാരത്തിൽ ഒരു ബലി ചെയ്തതായിട്ടോ ഒന്നും അദ്ദേഹം സാധാരണ പോലെ ഭഗവതി അമ്മയെന്ന് വിളിച്ച് ഉപാസിച്ചു. അദ്ദേഹം അത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്വന്തം അമ്മയായി കണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ദൈവോപാസനാണ്. ഇന്നും അന്നും ഇനി അതിന് മുകളിലൊരാൾ വരാനും പോണില്ല. അതെ, പോണില്ല. ഇപ്പോൾ ദേവി ഉപാസനയെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ലാത്തൊരു ദേവിയുണ്ട്, വാരാഹി ദേവി. സപ്തമാതൃക്കളിൽ 5ാമതായ പഞ്ചമി ദേവി. ഈ വാരാഹിയെ ഉപാസിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ചിട്ടവട്ടങ്ങളുടെ ആവശ്യമുണ്ട്? വാരാഹിക്ക് നിർബന്ധമായിട്ടും കുറേ കണ്ടീഷൻസ് ഉണ്ട്. അമ്മയാണ് ഭഗവതിയെങ്കിലും വാരാഹി എന്ന് പറയുന്നത് അധോമൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണ്. അടിയിലേക്കുള്ള ലോകങ്ങളുടെ നെഗറ്റീവ് എൻറ്റിറ്റീസിൻ്റെ വാതിലൂടെയാണ് ഭഗവതി എന്ന് പറയുന്നത്. അവിടെ ഉപാസിക്കുമ്പോൾ അവിടുന്ന് അതുകൂടി തുറന്നു കിട്ടും, അതും കൂടി തുറന്നു വരും. അപ്പോൾ അവിടുന്ന് ആ സൈന്യം ഭഗവതിയുടെ പരിവാരങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു പരിവാരങ്ങളാണ്. മുദ്രാളിയുടേത് അത്ര താഴേക്ക് പോയതല്ല. വാരാഹി എന്ന് പറയുന്നത് ദണ്ഡനാഥയാണ്. അതായത് ശ്രീവിദ്യാ പദ്ധതിയിലാണെങ്കിൽ ഒരു സൈന്യാധിപയുടെ സ്ഥാനമുള്ള ഒരു ദേവതയാണ്. ഈ ദണ്ഡനാഥയുടെ ജോലി എന്താണ്? സാധനാ പങ്ക്താവിൽ നിന്ന് ഒരാൾ വഴി മാറുമ്പോൾ അയാളെ തിരിച്ച് ആ വഴിയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഈ താറാവിനെ കൊണ്ട് പോകുന്ന ആളൊരു വടി കൊണ്ട് അതിനെ ട്രാക്കിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ കൊണ്ടുപോകലാണ് ഭഗവതിയുടെ പണി എന്ന് പറയുന്നത്. ദേവിയുടെ അനേകം വാത്സല്യമുള്ള വിവിധ സ്വരൂപങ്ങളെ ഉപാസിക്കാനുള്ളപ്പോൾ ഈ താന്ത്രികമായ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതിയെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് വാരാഹി ഉപാസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വ്യവസ്ഥയായിട്ടുള്ള വാരാഹി പദ്ധതി കൈകാര്യം ചെയ്യുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആ പദ്ധതിയെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ഉപാസിക്കുക. അല്ലാത്ത പക്ഷം അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ എക്യുപ്മെന്റ് കൊടുക്കുന്ന ഫലം വരും. മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. മുറിവേൽക്കാൻ സാധ്യതയല്ല, അത് നശിപ്പിക്കും. ഈ ക്യാമറ ഞാൻ കൈകാര്യം ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതെ. അപ്പൊ ഇത് വാരാഹി ദേവിയുടെ ഒരുപാട് മന്ത്രങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇത് ആർക്കും വേണമെങ്കിലും ജപിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനും ഇതേ പ്രശ്നം ഉണ്ടാവില്ലേ? പക്ഷെ ഞാനിപ്പോൾ ഇവിടുന്ന് കൊച്ചു കലൂർ കടവന്തറ റോട്ടിൽ കൂടെ കണ്ണടച്ച് വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ഇടിച്ചില്ല ഇല്ല. ശരി. ഇടിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പൊന്നുമില്ല, പക്ഷെ ഓടിക്കാതിരിക്കുകയാണ് നല്ലത്. അതായത് വരുന്ന കോൺസിക്വൻസസ് നമ്മൾ നേരിടാൻ തയ്യാറായാൽ മതി, ഒരു കുഴപ്പമില്ല. ആർക്കും ആരെ ഉപാസിക്കാം, എന്തും കൈകാര്യം ചെയ്യാം. ഇപ്പൊ കൊലപാതകം ചെയ്തൂടെ ഒരാൾക്ക് വേണമെങ്കിൽ? ചെയ്തൂടെ? പിന്നെ പക്ഷെ കുഴപ്പം എന്താണ്? ജയിലിൽ പോവും, തല പോവും ചിലപ്പോൾ. അതെ അല്ലേ? അതെ. അത് നേരിടാൻ തയ്യാറാണെങ്കിൽ എന്തും ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. കുറ്റം ഉണ്ടായാൽ ശിക്ഷ ഉണ്ടാവും. അപ്പോൾ ഉപാസിക്കുന്നത് കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ദേവി പറഞ്ഞില്ല എന്നെ വാരാഹി സ്വരൂപത്തിൽ ഉപാസിച്ചോളാം. അത് പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതായതുകൊണ്ടാണ് ഗുപ്തം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ഈ വരാഹി നവരാത്രി എന്ന് പറയുന്നത് തന്നെ ഗുപ്ത നവരാത്രി എന്നാണ്. ഗുപ്തമായ പദ്ധതിയാണ്, രഹസ്യമായിട്ടാണ്. ഇപ്പോൾ വാരാഹി ഹോമം ഞങ്ങൾ ആഷാഢഗുപ്ത നവരാത്രിയിൽ പഞ്ചമിയുടെ അന്ന് വൈകിട്ട് രാത്രി ഞങ്ങൾ സ്ഥിരമായി നമ്മുടെ അവിടെ വാരാഹി ഹോമമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്നത് ദക്ഷിണാചാരത്തിലാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാത്ത പദ്ധതിയാണ് ദക്ഷിണാചാരം എന്ന് പറയുന്നത്. എന്നാൽ പോലും ശ്രീവിദ്യാ പദ്ധതിയിൽ നവാക്ഷരിക്ക് മുകളിൽ മന്ത്രദീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഇരുത്താറുള്ളൂ. അവിചാരിതമായി ആരെങ്കിലും അവിടെ കയറി വരികയാണ്, ഇതൊന്നും അറിയാതെ, അങ്ങനെയാണ് ഇരുത്താം. അത് ദേവിയുടെ നിശ്ചയമാണ്, ഒരു നിയോഗമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ എന്നാ മുഖ്യമന്ത്രിയെ വിളിച്ചേക്കാം, അദ്ദേഹം ഇതിലെ പോകുന്നുണ്ടോ? പറ്റില്ല. ഇതിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രമേ അവിടെ ഇരുത്താൻ പാടുള്ളൂ. അത് ആഷാഢഗുപ്ത നവരാത്രിയാണ്. എന്നാൽ അങ്ങനെയല്ല, മറ്റ് സാധാരണ നവരാത്രി, നമ്മൾ ശാരദ നവരാത്രി വരുമ്പോൾ നമുക്ക് വിജയദശമിയുടെ എന്നുള്ള പൂജകൾ ശ്രീചക്ര പൂജയിലോ അല്ലെങ്കിൽ ഭഗവതി സേവയിലോ ഗണപതി ഹോമത്തിലോ ആരെയും പങ്കെടുപ്പിക്കാം. ഒരു കുഴപ്പമില്ല. എത്ര പേര് വേണേലും പുഷ്പാഞ്ജലി ചെയ്യാം, കൂടെ ഇരുന്ന് വേണം പുഷ്പാഞ്ജലി ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ഗുപ്ത പദ്ധതിയാണ്. ആ ഗുപ്തമായ ഒരു സാധനത്തിനെ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ കോൺസിക്വൻസസും കൂടി വേറെ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ചെയ്യണതിനൊന്നും വിരോധമില്ല. എത്രയോ ഭാവങ്ങൾ ഭഗവതിയുടെ വാത്സല്യമുള്ള അല്ലെങ്കിൽ പ്രത്യേക ഭാവത്തിലുള്ള എത്രയോ ഭാവങ്ങളുണ്ട്. കേരളത്തിന്റെ തനത് പദ്ധതിയാണ് ഭദ്രകാളി സങ്കല്പം, ഭുവനേശ്വരി സങ്കല്പം, പിന്നെ ഇനി തീരെ പറഞ്ഞ രാജരാജേശ്വരി, ഇനി അത് കൂടാണെങ്കിൽ സരസ്വതി ആയിട്ട്, അതല്ലെങ്കിൽ മഹാലക്ഷ്മി ആയിട്ട്, എല്ലാം ഭഗവതി തന്നെയാണ്. ശ്രീപാർവതിയായിട്ട്, സ്വയംവര പാർവതിയായിട്ട് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഭാവങ്ങൾ ദേവിക്കുള്ളപ്പം ദുർഗയായിട്ട്, ജലദുർഗയായിട്ട്, വനദുർഗയായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെ ഉള്ളപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഗുപ്തമായ ഒരു ഇത് തന്നെ എടുക്കണം എന്ന് തീരുമാനിക്കുന്നതിനകത്ത് ഉള്ള ഔചിത്യം സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ്
പറയാനുള്ളത്. അത്രയ്ക്ക് തീവ്രമായ ആഗ്രഹം ആ ദേവതയോട് തോന്നുന്നെങ്കിൽ അതിൻ്റെ വഴിയിലൂടെ തന്നെ പോകാൻ നോക്കുക. ഇപ്പോൾ ശ്രീചക്ര പൂജയെ പറ്റി അങ്ങ് പറഞ്ഞു. ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഈ ശ്രീചക്ര പൂജയും കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ സിദ്ധിക്കാൻ പറ്റും? സാധാരണക്കാരന് വലിയ കാര്യമൊന്നുമില്ല ഇതുകൊണ്ട്. ഞാൻ മുന്നേ പലരും ചോദിച്ചിട്ടുണ്ട്, ശ്രീചക്ര നവാവരണ പൂജയും കഴിക്കുകയും അത് തന്നെ ഭഗവതി സേവയായിട്ട് കഴിക്കുകയും നമ്മൾ ചെയ്താലുള്ള വ്യത്യാസം എന്താണ്? ശ്രീചക്ര നവാവരണ പൂജ നിങ്ങൾ 50 പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്, 50 പേരെ അവിടെ ഇരുത്തി ഞാനിവിടെ ഒരു നിലയിട്ട് ഉണ്ണുന്ന പരിപാടിയാണ്. അത് ശരി. അതാണ് ശ്രീചക്ര പൂജ. അത്ര പറ്റുള്ളൂ. ഭഗവത് സേവ എന്ന് പറഞ്ഞാൽ എനിക്കും ഇലയിടും നിങ്ങൾക്കും ഒക്കെ വിളമ്പും, നമ്മളെല്ലാവരുടെ ഊണ് കഴിക്കും. അപ്പൊ പിന്നെ എന്തിന് ശ്രീചക്ര പൂജ? ശ്രീചക്ര പൂജ അവനവനിലേക്കാണ് കഴിക്കുന്നത്. അവനവനെയാണ് ശ്രീചക്രമായിട്ട് അന്വയിച്ചുകൊണ്ടാണ് പൂജ കഴിക്കുന്നത്. ഇത് അവനവന്റെ ധർമാർത്ഥ കാമമോക്ഷാദികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ശ്രീചക്ര പൂജ ഇപ്പോഴല്ലേ ഇങ്ങനെ ഇങ്ങനെ പരസ്യമായിട്ട് പത്മമായിട്ട് ഓഡിറ്റോറിയത്തിനകത്ത് നടത്തി തുടങ്ങിയത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു 25 വർഷം മുന്നേ ശ്രീചക്ര പൂജ നടക്കുന്ന കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? 30 വർഷം, ഒരു 30 വർഷത്തിനപ്പുറത്തേക്കൊന്നും ഇല്ല. അതിന് കാരണം എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ശ്രീചക്ര പൂജ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരുന്നതാണ്. പല തറവാടുകളിലും ശ്രീചക്ര പൂജ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നതാണ്. അത് നടക്കുന്നതൊക്കെ തന്നെ രഹസ്യമായിട്ട് അവരവരുടെ പദ്ധതിയായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ശ്രീചക്രങ്ങൾ കുടിയിരുത്താത്ത മിക്കവാറും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒന്നും ഇല്ല കേരളത്തിൽ. പലയിടത്തും ഇതെല്ലാം ഉണ്ട്, ഇതിൻ്റെ എല്ലാം പൂജകളും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ ഒരു ഫോർച്യൂണർ കാറുണ്ടെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇതിനെ വീട്ടിൽ ശ്രീവിദ്യ ഉണ്ടെന്നും ശ്രീചക്രം ഉണ്ടെന്നും പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീചക്ര പൂജകൾ പുറത്തു വന്നു തുടങ്ങിയത്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വീട്ടിൽ നടക്കുന്ന പൂജകൾ രഹസ്യമായി നടന്നുകൊണ്ടിരുന്നത് ആളുകളുടെ എണ്ണം പെരുകിയപ്പോഴാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തുടങ്ങിയത്. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാലും ചിലതൊക്കെ എടുക്കും, ചിലതൊക്കെ പുറത്തും വരും. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്തു വിടും, മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇടുന്നത്. ശരിക്കും പറ്റിയ ഒരു പദ്ധതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ശ്രീചക്ര പൂജ നവാവരണ പൂജയായിട്ട് കഴിച്ചാൽ അവനവന്റെ മുക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണത്. അവനവനിലേക്കാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ ഭഗവതി സേവ എന്നുള്ള പദ്ധതി അതല്ല, സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണ്. അത് ഇതിലുണ്ടാവുന്ന ഊർജം, അതിൽ ആ ഭഗവത് സേവയിൽ ഉണ്ടാവുന്ന ചൈതന്യം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇതത് പറ്റില്ല. ഇത് അവനവനിലേക്ക് ലയിപ്പിച്ച് കൊണ്ടുവരാണ്. ബിന്ദുവിൽ കൊണ്ടുവന്ന് ലയിപ്പിക്കുമ്പോൾ അവനവന്റെ ബിന്ദുവിൽ തന്നെയാണ് ഇത് ലയിക്കുന്നത്. അപ്പോൾ അവനവൻ മുക്തിക്കുള്ള മാർഗമാണ് ശരിക്കും ശ്രീചക്ര പൂജ. അങ്ങനെ തന്നെയാണ് ഇത് കഴിക്കേണ്ടത്. പരാവിദ്യയും അപരാവിദ്യം എന്ന് പറഞ്ഞ 2 വിഭാഗത്തിൽ വിദ്യകളുണ്ട്. നമ്മൾ ആദ്യം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ പദ്ധതിയിലേക്ക് കടന്നു വരാനായിട്ട്. ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഗണപതി ഹോമം, ഭഗവതി സേവ. ഒരുവിധം എല്ലാവർക്കും പറ്റുന്ന, തനിയെ പഠിച്ച് ചെയ്യുകയോ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ചില മന്ത്രങ്ങൾ നമ്മൾ ഇതുപോലെ ചിട്ടവട്ടങ്ങളില്ലാതെയോ അല്ലെങ്കിൽ ഒരു ഗുരുമുഖത്തുനിന്ന് സ്വീകരിക്കാതെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ പക്ഷാഘാതം പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന മന്ത്രങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക? ശരീരം അക്ഷരമയം ആയതുകൊണ്ട്. മന്ത്രാക്ഷരങ്ങളിലുള്ള 50 അക്ഷരങ്ങൾ തന്നെയാണ് ശരീരത്തിലുള്ളത്. ശരീരത്തിലെ മൂലാധാരം തൊട്ട് ആജ്ഞ വരെയുള്ള ചക്രങ്ങളിലെ 50 ദളങ്ങളിലാണ് 50 അക്ഷരങ്ങൾ പ്രകാശിക്കുന്നത്. ഈ 50 അക്ഷരങ്ങളുടെ 20 ആവർത്തനമാണ് സഹസ്രാരചക്രം. അക്ഷരമയമാണ് ശരീരം. ഒരു മന്ത്രം അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പിഴച്ചാൽ അത് ആ ദേവതയാണ് ബാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹത്തെ ബാധിക്കും. അത് ഫിസിക്കലി ബാധിക്കാം, മാനസികമായിട്ടും ബാധിക്കാം, സ്പിരിച്വലിയും ബാധിക്കാം. 3 തരത്തിലും ബാധിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു അബദ്ധവശാൽ, അറിവില്ലായ്മ കൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ അതിനൊരു പ്രതിവിധി ഉണ്ടോ? സാമാന്യഗതിയിൽ പ്രതിവിധി ഇല്ല. ബുദ്ധിമുട്ടാണ്, മരുന്നില്ലാത്തൊരു കാര്യമാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അത്ര സിദ്ധന്മാരായിട്ടുള്ള പുരുഷന്മാർക്ക് ഇവർക്ക് ഈ മന്ത്രസിദ്ധി എന്താണെന്നും ഏത് ദേവത കൊണ്ടാണ് ഇത് ഉണ്ടായതെന്നും ഒക്കെ ഗ്രഹിക്കാൻ സാധിച്ചാൽ അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാനൊക്കെ സാധിച്ചേക്കും. പക്ഷെ സാധാരണഗതിയിൽ ഒരു അസ്ട്രോളജർ വിചാരിച്ചാലൊന്നും ജ്യോതിഷൻ വിചാരിച്ചാലൊന്നും ഈ വിഷയത്തിൽ ഞാനൊക്കെ ഇസ്പേഡ് 7-ാം കൂലിയാണ്. എന്തൊക്കെയൊന്നും വിചാരിച്ചാലൊന്നും എൻ്റെ അടുത്തേക്ക് അതും പറഞ്ഞൊന്നും വരാതിരിക്കുക നല്ലത്. ചിലപ്പോൾ സാധിക്കുമായിരിക്കും, ഞാൻ നോക്കിയിട്ടില്ല. ഇങ്ങനെ പോയി ഇടപെട്ട് കുളമായെങ്കിൽ ആ കുളമാക്കിയവരെ തന്നെ വിളിക്കൂ എന്നാണ്, കുളമാക്കാൻ സഹായിച്ചവരെ വിളിച്ച് ശരിയാക്കൂ എന്നാണ് പറയാറ്. ഇന്നലെ ഒരാൾ വിളിച്ചതുപോലെ വീട്ടിൽ തറവാട്ടിൽ വന്നൊരു തന്ത്രി, കോഴിക്കോട് ഭാഗത്തുള്ളതാണ് അദ്ദേഹം. ശാക്തായ പൂജ തുടങ്ങാൻ പറഞ്ഞു. തുടങ്ങിയതിന് ശേഷം മൊത്തം കുഴപ്പമായി, ഞങ്ങൾ സാമ്പത്തികമായിട്ട് തകർന്നുപോയി, വയറൊക്കെ പ്രശ്നത്തിലായി, അപ്സെറ്റ് ആകുന്നു, രക്ഷിക്കണം. പറ്റില്ല. പറ്റില്ല. അത് പിന്നെ ആരെയാണ് ഞാൻ കോണ്ടാക്ട്? അങ്ങയോട് ഇത് തുടങ്ങാനും അങ്ങയെ കൊണ്ട് ഇത് ചെയ്യിച്ച ആളുമാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അപ്പം അത് വേറെ ഒരാളെ കൊണ്ട് നോക്കിക്കാൻ പറഞ്ഞു. ഇല്ല, ആ വേറൊരാളിൽ ഞാനില്ല, എന്നെ വിട്ടേക്കൂ. 1,00,000 തരാമെന്ന് പറഞ്ഞാലും
പറ്റില്ല. പറ്റില്ല. കാരണം പറ്റില്ലാത്ത കാര്യമാണ്. വെറുതെ ഞാൻ ഇടപെട്ട് അയാളുടെ പൈസ കൂടെ കളയുന്നതിനാണ്. അതെ. എനിക്ക് പറ്റാത്ത വിഷയമാണ് ഇടപെടണം. പറ്റുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാൻ സമയമില്ല. അതെ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആദ്യം ബാധിക്കുന്നത് നമ്മുടെ വയറ്റിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉദരഭാഗത്താണെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞ അനുഭവം അവരുടെ ഉദരത്തിൽ വേണം നിർബന്ധമൊന്നുമില്ല. ഇല്ല. ആധാര ചക്രങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് അനുസരിച്ചാണ്. അപ്പം മൂലാധാര ചക്രത്തിലാണ് ഇതിന്റെ കുഴപ്പമുണ്ടായതെങ്കിൽ മൂലാധാര ചക്രം ഭൗതികമായ ഫിറ്റ്നസിനെയും ധനത്തെയും ബാധിക്കും. അതായത് ആളുടെ ശാരീരികക്ഷമതയും ബാധിക്കും, ധനവും ബാധിക്കും. അത് സ്വാധിഷ്ഠാന ചക്രത്തിലാണെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ഗ്രന്ഥികളെ ബാധിക്കാം. അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാക്കാം, ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാക്കാം. അത് മണിപ്പൂര ചക്രത്തെ ബാധിച്ചാൽ ദഹനത്തെ ബാധിക്കാം. അതുപോലെ തന്നെ മണിപ്പൂര ചക്രത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓജസ്സില്ലാണ്ടാവും. അത് അനാഹത ചക്രത്തിലാണ് ബാധിക്കുന്നതെങ്കിൽ ശ്വാസോച്ഛ്വാസത്തെ ബാധിക്കാം, ഹൃദയത്തെ ബാധിക്കാം. അതുപോലെ തന്നെ അഹങ്കാരം വർദ്ധിക്കാം. അഹങ്കാരം അങ്ങ് ഉച്ചിയിലെത്തും, അത് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ അത് വിശുദ്ധി ചക്രത്തിലാണ് ബാധിക്കുന്നതെങ്കിൽ തൊണ്ടയെ ബാധിക്കാം. അതുപോലെ ആ ലൈനിൽ ബാധിക്കാം. ഭാഗ്യത്തെ ബാധിക്കാം. ഭാഗ്യമൊന്നും ഇല്ലാത്തൊരു ഭാഗ്യം കെട്ടവനായി മാറും. അതുപോലെ സിദ്ധികൾ നഷ്ടപ്പെടും. പാട്ട് പാടാനൊക്കെയുള്ള സിദ്ധി ഉണ്ട്, അതൊക്കെ പോകും. അത് തന്നെ ആജ്ഞാചക്രത്തെ ബാധിച്ചാൽ തലവേദന ഉണ്ടാക്കാം, തലയിൽ ഈവൻ സെറിബ്രൽ ഹെമറേജ് പോലുള്ള എന്തെങ്കിലും സാധനം വരെ ഉണ്ടാക്കാം. അതാണ് ഈ പക്ഷാഘാതം പോലുള്ള കാര്യങ്ങൾ, സ്ട്രോക്ക് പോലുള്ളതൊക്കെ ബാധിക്കാം. സഹസ്രാരചക്രത്തിലാണ് വരുന്നതെങ്കിൽ അതിനെ ബാധിക്കുന്ന സഹസ്രാരചക്ര സാധാരണഗതിയിൽ ഒന്നും അങ്ങനെ ബാധിക്കാറില്ല. കാരണം ആജ്ഞ വരെ എത്തുമ്പോൾ തന്നെ തീരുമാനമാവും. സഹസ്രാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമൊന്നും വരികയില്ല. അങ്ങനെ ആണെങ്കിൽ സഹസ്രാരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലാണ് ബാധ പോലെ കാണിക്കുക. പൊസസ്ഡ് ആയ പോലെ ആൾ പെരുമാറും. മാനസികമായിട്ടുള്ള പ്രശ്നം, അയാൾ വേറെ ആളായി മാറും. അത് ഇതെല്ലാം ഈ ബാധിക്കാം. ഇത് പെരുവിരൽ മുതൽ മുടി വരെയുള്ള എന്തിനേയും ബാധിക്കാം. എവിടെ ബാധിക്കുന്നു പറയാൻ പറ്റില്ല. കാരണം സപ്തധാതുക്കളാണ് ഇതിനകത്തെല്ലാം. നമ്മൾ ഈ മഗ്നീഷ്യം, സിങ്കൊക്കെ പോലുള്ള സാധനങ്ങളാണ്, കാൽസ്യം ഒക്കെയാണ് ഇതിന് നമുക്ക് പ്രവർത്തിക്കാനുള്ള സാധനം തരുന്നത്. ആദ്യം ചൈതന്യക്ഷയം ഉണ്ടാക്കുന്നത് കാൽസ്യത്തിനാണ്. കാൽസ്യം ഡിപ്ലീഷൻ ഉണ്ടായിട്ട് എല്ലിനും പല്ലിനും ബലം പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ധാതുവിൻ്റെ ക്ഷയം അനുസരിച്ചിട്ട് ഓരോ തരത്തിലുള്ള അസുഖങ്ങളെ ഉണ്ടാക്കും. ഇങ്ങനെയാണ് സാധാരണ കണ്ടിരിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ മെഡിക്കൽ ഒരു പ്രാക്ടീഷണർ അല്ല, ഞാനൊരു താന്ത്രികനാണ്. എനിക്ക് ആ വശം മാത്രം ചിന്തിച്ചാൽ അതെ. ഈ വീഡിയോ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം. അല്ല, ഇന്നൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. ഒരു ആസ്ട്രോളജി നന്നായി അറിയുന്ന ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കൂടെ ഇരുന്നൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പം അദ്ദേഹം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അദ്ദേഹം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പഠിച്ചിട്ട് ഞാനും പറയും. അതെ, ഇതിന്റെ പുറകിലെല്ലാം ഒരു സയന്റിഫിക്കൽ ഫാക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണോ കോൺഷ്യസ് ആയിട്ട് ബോധമായിട്ട് എന്തുണ്ടാവുന്നു അത് പിന്നെ മെറ്റീരിയലായിട്ട് മാറും. അപ്പം ബോധമായിട്ട് ഒരു കോൺഷ്യസ് ആയിട്ടൊരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോൺഷ്യസ് ആയ സാധനം പിന്നീട് നമ്മുടെ ആക്റ്റീവായ ഊർജ്ജത്തെ ബാധിക്കും. അത് പിന്നെ ഫിസിക്കൽ ബോഡിയിൽ വരും. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു മുഴ വരുന്നെങ്കിൽ ഇവിടെ മുഴയാവുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ആ എനർജി ബോഡിയിൽ ആ മുഴ ഫോം ചെയ്യും. അതേന്നാണ് ഇത് പിന്നെ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഒരു അസുഖം വരും, എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ അസുഖം ഒന്ന് സുഖപ്പെടുത്തണേന്നാണ് ആയിരിക്കും. എൻ്റെ ഭക്തിയുടെ ആ ഒരു ഇതനുസരിച്ച് അത് ചിലപ്പോൾ സുഖപ്പെട്ടു എന്ന് വരും. എങ്ങനെയാണ് അത് സാധിക്കുക? അത് ആ ദേവതയുടെ പ്രസാദം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇതിനെ ഈ ഒരു പൂർവ്വജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായതയെന്നാണ്. അപ്പോൾ പൂർവ്വജന്മത്തിൽ നിന്നുണ്ടായ പാപത്തെ മറികടക്കാനും മാത്രമുള്ളൊരു ചൈതന്യമോ ഒരു അനുഗ്രഹമോ ആ ദേവതയിൽ നിന്നുണ്ടായാൽ മതി. അത് ദേവതയിൽ നിന്നുണ്ടാവണമെന്നില്ല, ഏതെങ്കിലും സിദ്ധപുരുഷന്മാരെ അനുഗ്രഹിച്ചാലും മതി. സിദ്ധപുരുഷന്മാരെ അനുഗ്രഹിച്ചാലും മതി. സത്യസായിബാബയുടെ കഥയിലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നടത്തിയതൊക്കെ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായില്ല. പക്ഷെ അത് കരുതി എല്ലാവരും സിദ്ധപുരുഷന്മാരാണെന്നും എല്ലായ്പ്പോഴും അവരത് ചെയ്തുകൊള്ളണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് നമ്മുടെ ഭക്തിയുടെ ഒരു റേഞ്ച് അനുസരിച്ചിരിക്കും. ഭക്തി തന്നെ ആവില്ല. നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രകൃതി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു പരിഗണന തരും. അവിടെ ഭക്തിക്കൊന്നും ചിലപ്പോൾ സ്ഥാനം ഉണ്ടായെന്ന് വരില്ല. വളരെ ഭക്തനായിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അതുപോലെ പ്രാർത്ഥിച്ചാൽ അടുത്ത ജന്മത്തിൽ ഈ അസുഖമൊന്നും ഇല്ലാത്തൊരു നല്ല ജന്മം തരാമെന്ന് വിചാരിക്കും. ഇത് നമ്മളെ സംബന്ധിച്ച് ശരീരം പോകുമ്പോൾ എല്ലാം അവസാനിക്കുകയാണ്. ദേവതയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇത് നമ്മൾ ദിവസവും വസ്ത്രം മാറുന്ന പോലെയുള്ളൂ ദേവതയ്ക്ക്. അതായത് ആ ശക്തി ഇവിടെ തന്നെ ഉണ്ട്. അല്ല, ഒരു ദേവത ഇപ്പം എലിസബത്ത് പ്രാർത്ഥിക്കുമ്പോൾ എലിസബത്തിനെ കാണുന്നത് എലിസബത്തായിട്ടല്ല. അവിടെ എലിസബത്തിന്റെ ഉള്ളിലെ ജീവാത്മാവിനെയാണ് അവിടെ ദർശിക്കുന്നത്. ആ ജീവാത്മാവ് ഓരോ ശരീരം മാറി മാറി സ്വീകരിക്കുന്നത് പോലെ മാത്രമേ ദേവതയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും വസ്ത്രം മാറി പുതിയ വസ്ത്രം ഇടുന്നത് പോലെയുള്ളൂ ദേവത അതിനെ കാണുന്നത്. അപ്പം മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത ജന്മം എടുത്ത് വരും, ഇവിടെ വന്നോളും എന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ജന്മം കൊണ്ട് തന്നെ ദേവത എല്ലാം പ്രസാദിപ്പിച്ച് തന്നോളണം നിർബന്ധമൊന്നുമില്ല.
ചിലപ്പോൾ അടുത്ത ജന്മത്തിലാവാം, അതിൻ്റെ അടുത്ത ജന്മത്തിലാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇപ്പോൾ ആഗ്രഹങ്ങൾ, ഇപ്പം നമുക്കൊരു പ്രത്യേക ഇൻറ്റൻഷൻ, പ്രത്യേക ഒരു ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദേവതാ സങ്കല്പം വെച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പം ഇന്ന ദേവതയോട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ച് കിട്ടും എന്ന് നമ്മൾ പറയാറുണ്ട്. അത് എത്രത്തോളം അതിൻ്റെ ഒരു പിന്നിലത്തെ ഒരു കാര്യം എന്താണ്? അത് ആ ക്ഷേത്രം പ്രതിഷ്ഠിച്ച തന്ത്രി ആ സമയത്ത് കൊടുത്ത സങ്കല്പങ്ങൾക്കാണ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഇത് ധന്വന്തരി മൂർത്തിയാണ്, ഇവിടെ വന്ന് ഭജിക്കുന്നവർക്കും ഇവിടെ നമസ്കരിക്കുന്നവർക്കും അസുഖം മാറട്ടെ എന്നൊരു സങ്കല്പമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള പൂജാക്രമങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഔഷധങ്ങളെ വരെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാലിച്ചു പോവുകയാണെങ്കിൽ മാറും, സംശയമൊന്നുമില്ല, മാറും. മനുഷ്യൻ്റെ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കാനാണ് ക്ഷേത്രങ്ങളും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതിനെ സാധിപ്പിക്കാനാണ് ക്ഷേത്ര പദ്ധതി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുഴപ്പം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിന് വെളിയിലേക്ക് പോകാനുള്ള മാനസികാവസ്ഥ ഇല്ലാതെയായി ഇപ്പോൾ ആളുകൾക്ക്. ക്ഷേത്രത്തിൽ കുടുങ്ങും, ക്ഷേത്ര പദ്ധതിക്കകത്ത് കുടുങ്ങിപ്പോയിട്ട് അഭിരമിച്ച് പോകും. അതായത് ഒരു ഡിപ്പെൻഡൻസി വരും. എന്ന് പറഞ്ഞാൽ അടുത്ത ഇതിൽ പോവില്ല, അടുത്ത സ്കെയിലപ്പ് ചെയ്യില്ല, ഒരേ സ്കെയിലിൽ തന്നെ അങ്ങനെ നിലനിന്ന് പോകും. കുഴപ്പമെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഓരോ ജീവാത്മാക്കളുടെ ഓരോ നിയതി, ഓരോ നിശ്ചയമാണ്. മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എന്നുള്ളതൊക്കെ പ്രകൃതി ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും അതിന് ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. ഇപ്പോൾ ദേവതകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഗണപതി, നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരുന്ന ഗണപതി, വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ തടസ്സങ്ങളെല്ലാം മാറുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഏത്തിടുകയും അല്ലെ നേർച്ചകളൊക്കെ ചെയ്യുകയും ചെയ്യുക. വിഘ്നേശ്വരന് പോലും കുറേ വിവിധ രൂപങ്ങളുണ്ട്. അതായത് ചിലത് ബാലഗണപതി. ഈ അടുത്തിടയ്ക്ക് ഞാൻ അറിയാനിടയായ ഒരു പൂജ, ഉച്ഛിഷ്ട ഗണപതി പൂജ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്? ഗണപതിക്ക് 32 വിധാനമാണ് സാധാരണ. 32 അത് 308 ആക്കാം. അത്രയും വിധാനങ്ങളുണ്ട്, ഒരുപാട് വിധാനങ്ങളുണ്ട് ഗണപതിക്ക്. ഗണപതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഗണാനാം പതിയാണ്. ഒരു ഗണങ്ങളുടെ കൂട്ടത്തിന്റെ നേതാവിനെ വിളിക്കുന്ന പേരാണ് ഗണപതി. അത്തരത്തിൽ ഗണപതി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഭൂതഗണങ്ങളുടെ നേതാവായ ഒരു ഗണപതി ഉണ്ട്. നമ്മൾ പറയുന്ന ആനയുടെ മുഖമുള്ള ഗണപതി തന്നെയാണ്. അതല്ലാതെ ഗണങ്ങളുടെ പതിയെ എല്ലാം പ്രത്യേകം ഗണപതി. ഇപ്പോൾ ത്രിമൂർത്തികളിൽ മഹാദേവനെ ഗണപതിയാണ്. ദേവിമാരിൽ പാർവതി ഗണപതിയാണ്. ദേവസേനയിൽ സുബ്രഹ്മണ്യൻ ഗണപതിയാണ്. ദേവന്മാരിൽ ഇന്ദ്രൻ ഗണപതിയാണ്. ജലദേവതകളിലെ വരുണനാണ് ഗണപതി. അങ്ങനെ എല്ലാവർക്കും ഗണപതി സങ്കല്പം. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയാണ് ഗണപതി. അതുകൊണ്ടാണ് ഗണപതിക്ക് ഹോമമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഈ ഗണാനാം പതിയാണ് ഗണപതി എന്ന് പറയുന്നത്. നമ്മളുടെ ബുദ്ധിയാണ് അല്ലെങ്കിൽ പ്രജ്ഞയാണ്, ഏറ്റവും വലിയ സാമർഥ്യത്തെയാണ് ഗണപതിയായിട്ട് കണക്കാക്കുന്നത്. ആ മന്ത്രത്തിൽ തന്നെ ഉണ്ട്, കവിം കവീനാം ഉപവസ്ത്രവസ്തമം എന്ന് പറയുന്നുണ്ട്. അങ്ങ് ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമാനാണല്ലോ എന്നാണ്. അപ്പം വ്യാസൻ, തത്വത്തിലെ ഋഷിമാരിൽ വ്യാസൻ ഗണപതിയാണ്. പക്ഷെ വ്യാസൻ മഹാഭാരതം എഴുതാനായിട്ട് വിളിച്ചത് വേറൊരു ഗണപതിയാണ്. അല്ലെങ്കിൽ ഗണപതിയാണ് അദ്ദേഹം വിളിക്കുന്നത്. കാരണം ഞാൻ ബുദ്ധിമാനാണ്, അല്ലെങ്കിൽ അദ്ദേഹം കേമനാണെങ്കിലും അതിലും വലിയൊരു മഹത്തായ കാര്യം ചെയ്യാൻ പോകും, അതിലും വലിയൊരാൾ വേണം ചെയ്യാൻ എന്ന് കരുതിയാണ്. ഇപ്പം എൻ്റെ മഠത്തിലൊരു ഗണപതിഹോമം നടത്തണം. എനിക്ക് ഗണപതിഹോമം അറിയാം. ഞാൻ എന്തോ വിചാരിക്കും, ഞാൻ കഴിക്കണ്ട, ഞാൻ ദക്ഷിണ കൊടുക്കാനുള്ള ആളാണ്. അപ്പം ഞാൻ എന്നേക്കാൾ കൊള്ളാവുന്ന ഒരാൾ, നല്ലൊരാളെ കൊണ്ടുവന്ന് കഴിപ്പിക്കാന്നല്ലേ വിചാരിക്കുള്ളൂ. അതുപോലെ തന്നെ വ്യാസൻ ആ മഹാഭാരതം എഴുതാനായിട്ട് അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായ ഒരാളെ വിളിച്ചു. അതാണ് ആ ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ ഗണപതി സാമർഥ്യത്തിന്റെ ദേവത ആയതുകൊണ്ട് തന്നെ തടസ്സം മാറും സ്വാഭാവികമായിട്ട്. പിന്നെ മൂലാധാര ചക്രത്തിന്റെ ദേവതയാണ്, ആദ്യത്തെ ആളാണ്. ചക്രങ്ങളിലെ ആദ്യത്തെ ദേവതയാണ് ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ ഗണപതിയെ സ്മരിക്കാതെ മുന്നോട്ടൊരു കാര്യവും പിന്നെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഗണപതി മന്ത്രങ്ങൾ ജപിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഓം ഗം ഗണപതിയെ നമഃ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജപിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് അതിനുള്ളൊരു ആദ്യം പറഞ്ഞതിന് അതിന് മറുപടി, അത് സാമർഥ്യമുള്ളവരിൽ ഏറ്റവും സാമർഥ്യമുള്ള ആളാണ് ഗണപതി. ബുദ്ധിമാന്മാരിൽ വെച്ച് ബുദ്ധിമാനാണ്, വിദ്വാൻമാരിൽ വെച്ച് വിദ്വാനാണ് ഗണപതി. അപ്പം ഗണപതിയല്ലേ സ്മരിക്കണ്ടേ? അതെ. ഇപ്പൊ ഗണപതിയെ നമ്മൾ സ്മരിക്കുന്നതിനാൽ കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകും. അതല്ലാതെ ഗണപതിയെ നമുക്ക് ഇതുപോലെ ഇപ്പൊ ഭദ്രകാളിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണോ ഗണപതിയും? നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപാസിക്കാവുന്ന, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട് ഗണപതിക്ക്. അതാണ് ഞാൻ ചോദിച്ചത്. ആ ദേവതയ്ക്ക് ഉള്ള കണ്ടീഷൻസ് ആണത്. അൺകണ്ടീഷണലായിട്ട് ഉപാസിക്കുന്ന ആളുകളെ ഹൃദയത്തിലൊരു കളങ്കം പോലും ഇല്ലാതെ ഒരു 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 മൈക്രോ
എന്തായാലും പറയുന്നത്, ആ ലെവലിൽ പോലും കളങ്കമില്ലാതെ ഉപാസിക്കുന്ന ആളെ ഇല്ലേ, ഉം. ആ ആളെ ദേവതയ്ക്കാണ് ആവശ്യം. ശരി. അങ്ങനെയുള്ള ഒരാളെ ഒരു സാധകൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ദേവത ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് കോടികളിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഉം, ഉം. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ കളങ്കമില്ലാത്ത ഉപാസിച്ചാൽ പോരെ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി നമ്മൾ എന്ത് പറയേണ്ടി വരും, കണ്ടീഷൻ സപ്ലൈ എന്ന് വെക്കേണ്ടി വരും. ഉം, ഉം, ഉം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതെ. നിങ്ങളുടെ കളങ്കത്തിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഉപചാരങ്ങൾക്കും എല്ലാം വ്യത്യാസം വരുത്തും. ഉം, ഉം. അല്ലാതെ ശരിക്കും നിർമ്മലനായ ഒരാളെന്ന് പറഞ്ഞാൽ ആ ദേവത അവനെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും. ഉം, ഉം. ഇങ്ങനെ ഒരാൾ എന്നെ ഉപാസിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അത് ഇത്ര ശരി. സൂക്ഷ്മത്തിലേക്ക് പോയ ഒരാളെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. ഉം, ഉം. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻസ് ഒരു ദേവതയും പറയില്ല. ഉം. ഒന്നും നീ തരണ്ടെന്ന് പറയും. പക്ഷേ അതല്ല, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വലിയ വണ്ടി വേണം, കാറ് വേണം, ഒക്കെ വേണം, ഒക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ദിവസം 1008 വീതം കൊട്ടത്തേങ്ങയ്ക്കകത്ത് നിറച്ച് ഹോമിക്കും. ഇന്ന മന്ത്രങ്ങളെ കൊണ്ട് നീ ഹോമിക്കണം, ഇന്ന രീതിയിൽ തന്നെ ഉപാസിക്കണം എന്ന് കണ്ടീഷൻസ് ഉണ്ട്. ഉവ്വ്. അത് പാലിക്കണം. ഉം. അത് എപ്പോഴാണ് പാലിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളപ്പോഴാണ്. ഉം. അതൊന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട. ഉം. അപ്പൊ ഈ ഗണപതിയെ ഉപാസിക്കുന്നതിന്റെ ഒരു രീതികൾ എന്തൊക്കെയാണ്? ഗണപതിക്ക് ഹോമമാണ് പതിവ്. കാരണം അഗ്നിയാണ് ഗണപതി എന്നുള്ളത്. ഉം, ഉം. അപ്പം സാധിക്കുന്ന വിധത്തിൽ ശക്തിക്കൊത്ത ഗണപതി ഹോമം എല്ലാ ദിവസവും ഉം. നടത്തണം. ഉം. അതാണ് ഒരു വഴി എന്ന് പറയുന്നത്. ഉവ്വ്. പിന്നെ മൂലാധാര ചക്രത്തിലെ ദേവത ആയതുകൊണ്ട് തന്നെ ദഹിപ്പിച്ചോ അവനവൻ്റെ ജഡരാഗ്നി ഗണപതിയാണെന്നുള്ള ബോധം വേണം. അത് എങ്ങനെയാണ്? അവനവൻ്റെ ഉള്ളിലെ ജഡരാഗ്നി അഗ്നി തന്നെയാണ്. അത് ദേവന്മാരുടെ മുഖത്തെ അഗ്നിയാകുന്നു, ഹോമകുണ്ഡത്തിലെ അഗ്നിയാകുന്നു. ആ അഗ്നി ഗണപതിയുടെ ജഡരാഗ്നിയും കൂടെ ആകുന്നു. ഉം, ഉം. പ്രപഞ്ചത്തിന്റെ ജഡരാഗ്നിയാണ് ഗണപതി. ഗണപതി തന്നെ ആകുന്നു അഗ്നി. ഉം. അപ്പോൾ അവനവൻ്റെ വയറ്റിലേക്ക് കഴിക്കുന്നതെല്ലാം ആഹൂതിയാണ്, ഉം. ഹോമമാണ്. ആ ബോധം വേണം. ഉം, ഉം, ഉം. ആ ബോധത്തോടു കൂടി കഴിക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗണപതി പ്രസാദിക്കും. അപ്പൊ ഈ ഗണപതി ഇപ്പൊ അങ്ങ് പറഞ്ഞതനുസരിച്ച് നമുക്കൊക്കെ എപ്പോൾ പോയി വേണേലും പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഉപാസിക്കാം എന്നുള്ളൊരു ആയിരുന്നു ഗണപതി. ഇപ്പൊ അങ്ങ് പറഞ്ഞതനുസരിച്ച് കുറച്ച് സൂക്ഷ്മതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ദേവതയും കൂടിയാണ്. ശ്രദ്ധ കൂടുമ്പം പ്രോഡക്റ്റ് നന്നാവും. ശ്രദ്ധ കൂടുമ്പം നമ്മൾ ചെയ്യുന്ന കാര്യം നന്നാവും. നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ? ശ്രദ്ധയോട് ചെയ്യാം. നന്നാവണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഇഷ്ടംപോലെ ചെയ്യാം. ഇപ്പൊ ഗണപതി പൂജ ഒരു വീട്ടിൽ ചെയ്യാൻ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചെയ്യേണ്ടത്? എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഗൃഹപ്രവേശ സമയത്ത് നിർബന്ധമായിട്ടുള്ള സാധനമാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത്. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ എല്ലാ 12 ദിവസങ്ങളിൽ അടുപ്പിച്ച് ഗണപതി ഹോമം ഭവസേവ നടത്തുമായിരുന്നു. പിന്നീട് അത് 12 പോയി, ഒരു ദിവസമായി. പിന്നീട് അത് വർഷത്തിൽ എപ്പോഴെങ്കിലും ആയി. പലയിടത്തും അത് ഇല്ലാണ്ട് പോയി. എല്ലായിടത്തും ഉണ്ടായിരുന്ന ഈ ഗണപതി ഹോമം എന്ന് പറയുന്നത്. അത് എല്ലാവരും നമ്പൂരിയെ വിളിച്ച് കഴിപ്പിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പണ്ട് വീട്ടിലെ സ്ത്രീകളൊക്കെ അടുപ്പിൽ ഗണപതി ഹോമം കഴിക്കുമായിരുന്നു. അടുപ്പിലോ? ഉണ്ടാകുന്നതിന്, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുൻപ് ആദ്യം ഗണപതി ഹോമത്തിൽ തുടങ്ങുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ ഈ പറയുന്ന മൊമെന്റിലും ചെയ്ത ആളുകളുണ്ട്. അടുപ്പിൽ ഒരു മുറി നാളികേരം അല്ലെങ്കിൽ 12 നാളികേരത്തിന്റെ പൂള് നെയ്യിൽ മുക്കി കത്തിച്ച് തുടങ്ങുന്ന. ഇപ്പൊ അടുപ്പില്ലാണ്ടായപ്പോഴാണ് ഇതൊക്കെ പയ്യെ മുടങ്ങി തുടങ്ങി. പണ്ട് അടുപ്പുള്ള കാലത്ത് ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പാചകപ്പുരകൾ, അതായത് കാറ്ററിംഗ് സർവീസുകൾ പണ്ട് നടത്തിയിരുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ഗണപതി ഹോമം അടുപ്പിൽ നടത്തിയിട്ടാണ് തുടങ്ങുന്നത്. അടുപ്പിലാണ് ഗണപതി ഹോമം പണ്ട് ഉണ്ടായിരുന്നുള്ളൂ. കുണ്ടമൊക്കെ കൂട്ടി വീടുകളിൽ കഴിച്ചു തുടങ്ങിയിട്ട് അടുത്ത കാലമായുള്ളൂ. ഇവൻ അമ്പലങ്ങളിൽ പോലും ഹോമകുണ്ടത്തിലേക്ക് ഗണപതി ഹോമം മാറിയിട്ട് വളരെ കുറച്ച് കാലമായുള്ളൂ. മുമ്പ് തിടപ്പള്ളിയിൽ പാചകം ചെയ്യുന്ന അടുപ്പിൽ തന്നെയാണ് ഗണപതി ഹോമം നടത്തിയിരുന്നത്. ആ അടുപ്പിൽ കഴിക്കാനായിട്ട് പ്രത്യേക വിധി ഉണ്ട്. അങ്ങനെ ചെയ്യാം. ചെയ്യുന്നതിൽ ഒരു തെറ്റില്ലെന്ന് മാത്രമല്ല, അതാണ് ഭംഗിയും. അതെ, അതിന്റെ വിധി എന്തൊക്കെയാണ് ഈ അടുപ്പിൽ ചെയ്യുമെന്ന് പറയുന്നത്? അടുപ്പിനെ ഹോമകുണ്ടായിട്ട് കണ്ട് പരിഗ്രഹിച്ച് ചെയ്യണം. അതൊരു സങ്കല്പമാണ്. അങ്ങനെ അതിനെ ഹോമകുണ്ടായിട്ട് കണ്ട് ഈ അടുപ്പിൽ ഹോമം കഴിക്കുന്നത് പുതിയൊരു പദ്ധതിയല്ല. നമ്മൾ ക്ഷേത്രങ്ങളിൽ വൈശ്യം തൂവാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് അകത്ത് പോയിട്ട് വൈശ്യ ഹോമം കഴിക്കാറുണ്ട്. ഈ ഹവിസ് തന്നെ ആഹൂതിയായിട്ട്, അഗ്നിക്ക് ആഹൂതിയായിട്ട് കൊടുത്തിട്ടാണ് തിരിച്ചു വന്നിട്ടാണ് കല്ലിൽ തൂങ്ങുന്നത്. അതൊക്കെ നിന്നുപോയി. പണ്ട് അതുമല്ല, ഒരാളെ ഇരുത്തി കാലുകഴിച്ച് കൂട്ടുമായിരുന്നു. ഈ വൈശ്യം തൂവാൻ വേണ്ടി ഇറങ്ങുമ്പം ഒരാളെ ഇരുത്തിക്കൊണ്ട് അതിന് നമസ്കാരം എന്ന് പറയും. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരം വഴിപാട് പോലെയുള്ള ഒരു നമസ്കാരമേ ഉള്ളൂ. ഇപ്പോൾ അതല്ല. പണ്ട് ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹവിസ് ഒരാൾ ഉണ്ണണം. അയാളെ ഈശ്വരനായിട്ട് കണ്ട്, ദേവതയായിട്ട് കണ്ട് കാലു കഴിച്ച് കൂട്ടുന്നതാണ് നമസ്കാരം എന്ന് പറയുന്നത്. വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവായിട്ട് കണ്ട് അദ്ദേഹത്തെ കൂട്ടും. ഈ തൂവിയതിന് ശേഷം, അത് കഴിഞ്ഞ് കല്ലിൽ തൂവിയതിന് ശേഷം അദ്ദേഹത്തെ കൂട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നേദ്യം വിടർത്തി മാറ്റിക്കൊണ്ടിരുന്നത്. ആ പദ്ധതിയൊക്കെ പോയിട്ട് വെറുതെ കല്ലെ തൂവുന്നത് മാത്രമായിട്ട് ചുരുങ്ങി. അപ്പം അത് കാലാനുസൃതമായിട്ടുള്ള മാറ്റം, ചുരുങ്ങലും കൂടലും കുറയലും ഒക്കെ. അപ്പൊ അതിനനുസരിച്ച് കൂടൽ പലയിടത്തും വന്നു.
കൂടുന്നത് പലയിടത്തും കൂടി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏത് മഹാക്ഷേത്രമാണെങ്കിലും പണ്ട് ഒരു ഉത്സവബലിയായിരുന്നു ഉത്സവ സമയത്ത് പതിവ്, ഉം. കൊടിമരമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ. അതും ഈ പറഞ്ഞതുപോലെ ധ്വജാതി ഉത്സവം ഉള്ളിടത്തൊക്കെ. ഇപ്പം എന്ന് പറഞ്ഞാൽ പള്ളിവേട്ട ആറാട്ട് ഒഴിച്ച് ബാക്കിയുള്ള 8 ദിവസവും ഉത്സവബലിയായി. ഉത്സവബലി നടത്താൻ വളരെ ചിലവുകളാണ്. ഒരു ഉത്സവബലി നടത്താൻ ആൾക്കാർ തയ്യാറായി. 8 ദിവസം ഉത്സവബലി ഉണ്ട്. നല്ലതോ ചീത്തയോ എന്നുള്ളത് അല്ല അടുത്ത വിഷയം. പലതും ചുരുങ്ങിയപ്പം പലതും കൂടി. പണ്ട് ഒരു മുഴുക്കാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ചന്ദനം അരച്ച് ചാർത്തുന്നത് വല്ല കാലത്തുമായിരുന്നു. വലിയ ക്ഷേത്രങ്ങളിലൊക്കെ എന്നുണ്ടെങ്കിലും ചെറിയ ഗ്രാമക്ഷേത്രങ്ങളിലൊക്കെ ആരുടെയെങ്കിലും പേരിലുള്ള എന്തെങ്കിലും പിറന്നാളോ മറ്റു വിശേഷം വരുമ്പോൾ ഒരെണ്ണം നടത്തിയാലായി. കാരണം അതിനുള്ള സാമ്പത്തിക സ്ഥിതി അന്ന് ആളുകൾക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ആളുകളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയായി. അപ്പം ദിവസവും മുഴുക്കാപ്പായി. എല്ലാ ക്ഷേത്രങ്ങളും ദിവസവും മുഴുക്കാപ്പായി. അപ്പം ഒരു സ്ഥലത്ത് അതിന് ചൈതന്യം കുറയുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് കൂടാനുള്ള പണിയും കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പം കാലാനുസൃതമായ മാറ്റം എല്ലാത്തിലും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റം ക്ഷേത്ര പദ്ധതികളിലും ആരാധനാ സമ്പ്രദായങ്ങളിലും ഉപാസനയിലും എല്ലാം വന്നിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ അങ്ങേക്കൊരു അനുഭവം ഉണ്ട്, ഗുരുവായൂരപ്പൻ അങ്ങനെ അങ്ങേക്ക് പ്രത്യക്ഷനായൊരു അനുഭവം? പ്രത്യക്ഷം എന്നൊന്നും പറയാനില്ല. ഭഗവാൻ ഒരു മായ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിനെ ഭഗവാൻ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നൊന്നും പറയാനുള്ള വിവരക്കേടൊന്നും എനിക്കില്ല. അത് അദ്ദേഹം നമ്മൾ ആ സാധന പന്താവിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കാത്ത ചെയ്യുന്ന ചില അബദ്ധങ്ങളെ ലോക ഗുരുവായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഇത് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ഒരു സംഗതി കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ആ സമയത്തുണ്ടായ സംഗതി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടാക്കി. അതൊന്ന് പറയാമോ, നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഗുരുവായൂർ തൊഴുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഈ അവിടെ മഞ്ചാടിക്കുരു എന്ന് കുറച്ച് വാരി പോക്കറ്റിലിട്ടുകൊണ്ട് വന്നു. അപ്പം അന്നതൊരു മോഷണമാണെന്നോ അത് ഇത്ര വലിയൊരു സംഗതിയാണെന്നൊന്നും കരുതിയിട്ടല്ല. ഗുരുവായൂരപ്പൻ്റെ മഞ്ചാടിക്കുരു എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ശാന്തി കഴിക്കാനായിട്ട് വേറൊരു ക്ഷേത്രത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് കഴിക്കുന്ന അമ്പലത്തിൽ ചേട്ടനെ പോലെ ഒരാൾ അദ്ദേഹം കഴിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും ഞാനും പോയി കഴിക്കും. അപ്പം അങ്ങനെ മണ്ഡപത്തിലിരിക്കുന്ന സമയത്തൊന്നും മയങ്ങിയ പോലെയായി. ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയം. അപ്പോൾ ഒരു കുട്ടി ശ്രീലകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒരു കറുത്ത ഒരു കുട്ടി, മുടി മാത്രമേ കാണാൻ പറ്റുള്ളൂ, അരഞ്ഞാണവും കാണാം, മുഖം വ്യക്തമല്ല. എന്നിട്ട് പിന്നിലൂടെ വന്നിട്ട് മുടി പിടിച്ച് ശക്തമായിട്ട് വലിച്ചതായിട്ട് വേഗം എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരും നാമം ജപിക്കുന്നുണ്ട്, ഞാനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? പിറ്റേ ദിവസം ഒരു മനസ്സിന് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ, ഓരോരോ മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ശാരീരികമായിട്ടും. അപ്പോൾ പിന്നീട് അത് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ച ആൾ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ എന്തോ ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓർമ്മ വന്നു, ഈ മഞ്ചാടിക്കുരുവിൻ്റെ കാര്യം ഓർമ്മ. അപ്പോൾ ഇതൊരു വലിയൊരു അവിടുന്ന് ആന വരെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ ആ സ്ഥാനത്ത് ഈ മഞ്ചാടിക്കുരു വലിയൊരു അപരാധമായോ? ഇത് ഇത്ര വലിയ കാര്യമാണോ? ഒരു വിലയില്ലാത്തൊരു സാധനം ഞാൻ 2 എടുത്തതിൻ്റെ പേരിൽ എന്നെ മോഷ്ടാവെന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല എന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് വീണ്ടും അനുഭവം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതുപോലെ തന്നെ സമാനമായിട്ടൊരു അനുഭവത്തിൽ അദ്ദേഹം ഇതെല്ലാം ആത്മാക്കളാണെന്നും ഓരോരുത്തരും ഓരോ ജന്മം എടുത്തിരിക്കുന്നതാണെന്നും മഞ്ചാടിക്കുരു പിന്നെ അതിനുള്ളിലുള്ള പ്രാണനുണ്ടെന്നും അതൊരു ആത്മാവ് അധിവസിക്കുന്നുണ്ടെന്നും ഇവരെല്ലാം ഓരോ ജീവികളാണെന്നും നിന്നെപ്പോലെ തന്നെ ഓരോ പേര് അവർക്ക് എനിക്കുണ്ടെന്നും അവരവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നും അവരെന്നോട് കൂടി ചേർന്ന് ലയിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നവരാണെന്നും അതുകൊണ്ട് ഓരോരുത്തരും എനിക്ക് പേരെടുത്തറിയാം, അവിടുന്ന് ആരെയും കൊണ്ടുപോകാൻ അനുവാദമില്ല, അതുകൊണ്ട് അവരെ തിരിച്ചിവിടെ കൊണ്ട് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായി. ശരിക്കും ഞാനവിടെ എടുത്തുകൊണ്ട് പോന്നാൽ അവരുടെ കർമ്മം ഗുരുവായൂരപ്പനോട് കൂടി ചേരുന്ന കർമ്മത്തിന് വിഘാതം വരുത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മഞ്ചാടിയും കൂടെ കൂടുതൽ പെറുക്കി ഈ മഞ്ചാടിയും കൂടെ ഒക്കെ ഇട്ട് അവിടെ കൊണ്ട് കൊടുത്ത് തിരിച്ചിട്ടു, പ്രശ്നം അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ തൊഴാൻ കയറിയിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ഇനി ഇതുപോലുള്ള അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ ശാക്ത ഉപാസനയും പദ്ധതിയൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് ഈ അനുഭൂതികൾ മുഴുവൻ മായയാണെന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ ഒരു അനുഭവം തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ പുള്ളി മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ, ഇനി ഇടയ്ക്ക് ഇവിടെ തൊഴാൻ വരണട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ തൊഴാൻ വരലുണ്ടാവില്ല, ഞാൻ അവിടെ തന്നെ അങ്ങ് കൂടും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുതല്ലോ എന്ന് കരുതി പിന്നെ ഞാൻ ആ പഞ്ചായത്തിലോട്ട് ഇല്ല, പരമാവധി സപ്താഹം നടക്കുന്നിടത്തു നിന്നൊക്കെ വിട്ടു നിൽക്കും. കാരണം പക്ഷെ വീട്ടിൽ വായനയൊക്കെ നടത്താറുണ്ടെങ്കിലും അതൊക്കെ അങ്ങനെ അങ്ങ് പോവും. ഞാനത് അങ്ങനെ ഒരു വലിയ മനസ്സവിടെ കൊടുത്തിട്ടില്ല. ഒരു ഭാഗവത പണ്ഡിതൻ എന്നോട് പറഞ്ഞു നിനക്ക് എത്ര കാലം ഇങ്ങനെ ഒളിച്ചു മാറി നടക്കാൻ പറ്റും എന്ന്. നിന്നെ ഒരു ദിവസം പുള്ളി പിടിക്കും, മതി, ആ വരവ് നോക്കി ഞാനും ഇപ്പം ഇരിക്കുകയാണ്, വരട്ടെ, പിടിക്കട്ടെ.
പറ്റുമെങ്കിൽ എന്നെ പിടിച്ചോ. ഇപ്പോൾ ഒരാൾ പറഞ്ഞില്ലേ പോലീസുകാരോട്, സാധിക്കും എന്നെ പിടിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാനും പറയാണ്, സാധിക്കും എങ്കിൽ എന്നെ പിടിച്ചോ. അപ്പൊ അങ്ങ് ഗുരുവായൂരപ്പൻ എപ്പ എന്നെ പിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുവാണല്ലേ? വരട്ടെ, അതെ. പിടിക്കാൻ വരട്ടെ.